ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കാം. ഇന്ന് കുറച്ച് നേരത്തെ കിച്ചണിൽ വന്നിട്ടുണ്ട്. ഇന്ന് കുറച്ച് ധൃതിയുള്ളൊരു ദിവസമാണ് കേട്ടോ. ഇന്ന് എനിക്ക് നമ്മുടെ ഹോം ഷോപ്പിൻ്റെ റിവ്യൂ മീറ്റിംഗ് ആണ്. ഞങ്ങൾ സെയിൽസിമാർക്കുള്ള റിവ്യൂ മീറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഒന്ന് ന്യൂ ഇയർ ഫ്രണ്ടിനെയൊക്കെ തിരഞ്ഞെടുക്കണം. നമ്മൾ HSOമാരുടെ റിവ്യൂ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിനി. അപ്പോൾ ഇന്ന് സെയിൽസിമാർക്കുള്ള റിവ്യൂ മീറ്റിംഗ് ആട്ടോ. അപ്പോൾ അത് നമ്മളെ ഓഫീസിൽ വെച്ചിട്ടാണ് നടക്കുക. കാവനൂരാണ് ഹോം ഷോപ്പിൻ്റെ ഓഫീസ്. അപ്പോൾ അങ്ങോട്ട് പോകണം. അപ്പോൾ വേഗം നമുക്ക് ലഞ്ചിനുള്ളതും ബ്രേക്ക്ഫാസ്റ്റിനുള്ളതും ഒക്കെ റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ദോശമാവുണ്ട്. അപ്പോൾ ദോശമാവ് ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഗ്യാസ് അടുപ്പുമ്മൽ. പിന്നെ പുറത്ത് ദോശയും ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിട്ടുണ്ട് ഇനി കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഒരു മഞ്ഞ കളറായിട്ടുള്ള ഒരു ഗ്രീൻ പീസ് കേട്ടോ. വെള്ളത്തിലിട്ടപ്പോൾ ഒരു വെള്ള കളറായിനും പിന്നെ ഒരു മഞ്ഞ കളറായിട്ടുണ്ട്. അപ്പോൾ ഗ്രീൻ പീസ് ഞാൻ പച്ച ഗ്രീൻ പീസ് ഇതുവരെ വെച്ചിട്ടുള്ളൂ. ഇതിപ്പോൾ മാവേലി സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാട്ടോ. ഞാൻ ആദ്യം കണ്ടപ്പോൾ വെള്ളക്കടലാണെന്ന് വിചാരിച്ച്. പിന്നെ ശരിക്കും നോക്കിയപ്പോഴാണ് ഗ്രീൻ പീസ് ആണെന്ന് മനസ്സിലായത്. അങ്ങനെ അത് ഞാൻ 1 കിലോ വാങ്ങിച്ചതേനെ കേട്ടോ. അപ്പോൾ അത് ഞാൻ കഴുകി കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളവും ഒക്കെ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഉരുളക്കിഴങ്ങ്, അതേപോലെ ചെറിയൊരു സവാളയും ചെറിയൊരു തക്കാളിയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പച്ചമുളക് ചതച്ചത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു പ്ലേറ്റിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുത്താലും മതി. എൻ്റെ അടുത്ത് പച്ചമുളക് ചതച്ചത് കുറച്ചുണ്ട്. അപ്പോൾ ഞാൻ ബിരിയാണിക്ക് വേണ്ടി ചതച്ചെടുത്തതേനെ കേട്ടോ. അപ്പോൾ അത് കുറച്ച് എരിവ് കൂടുതലുള്ള പച്ചമുളക് തന്നെ. അപ്പോൾ കുറച്ച് ഞാൻ ഫ്രിഡ്ജിൽ മാറ്റി വെച്ചതേനി. അങ്ങനെ അതിൽ ഒരു സ്പൂണ് അതും ഇട്ട് കൊടുത്താണ്. ഒക്കെ കൂടെ ഇട്ടാണ്ട് അതേപോലെ മിക്സാക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതുകൊണ്ട് എളുപ്പം വെന്തോളും. അങ്ങനെ ഒരുപാട് വിസിലൊന്നും അടിക്കണ്ട. ഒരു 3-4 വിസിലടിച്ചാൽ തന്നെ ഗ്രീൻ പീസൊക്കെ വെന്ത് കിട്ടും. അങ്ങനെ ചായയൊക്കെ അതിൻ്റെ അടിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടേനും. പിന്നെ അമ്മക്ക് ചായയൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടേന്. പിന്നെ ഗ്രീൻ പീസ് അടുപ്പത്ത് വെച്ച്. അപ്പോൾ അപ്പുറത്തെ അടുപ്പത്ത് ചോറിനും വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അരി കഴുകി അരി ഇട്ട് കൊടുക്കട്ടെ. എന്നിട്ട് ദോശ ചൂടാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഓഫീസ് ചെയ്യാൻ പറഞ്ഞല്ലോ കാവനൂരാണെന്ന്. അപ്പോൾ നമ്മളിവിടെ നിന്ന് കുറേ ദൂരം ഉണ്ട് കേട്ടോ അങ്ങോട്ട്. ബസ്സിന് പോവുകയാണെങ്കിൽ 9 മണിൻ്റെ ബസ്സിനൊക്കെ പോവലുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ സ്കൂട്ടിക്കാണ് പോണത്. അപ്പം 9:45 ആകുമ്പോഴാണ് പോണത്. അപ്പോൾ ഇതിനൊക്കെ റെഡിയാക്കി എടുത്താൽ മതി. പിന്നെ മക്കൾക്ക് സ്കൂളുണ്ട്, മദ്രസ ഉണ്ട്. അപ്പോൾ ഓരൊക്കെ അങ്ങനെ പറഞ്ഞയക്കണമുണ്ട്. അതിൻ്റെ അടിയിൽ റിച്ചുവിന് 6 മണിക്കാണ് മദ്രസ. ഓനെ കൊണ്ടാക്കി വന്നിട്ടാണ് പിന്നെ കിച്ചണിക്ക് വരല്. പിന്നെ ഐഫക്കുട്ടിക്ക് 7:30, ചിഞ്ചുമോൾക്ക് 7:30 അങ്ങനെയൊക്കെയാണ് കേട്ടോ പോകേണ്ടത്. അപ്പം പിന്നെ മഞ്ജുമോൾക്ക് 8:30. അല്ലെങ്കിൽ തന്നെ വീഡിയോയിൽ കമൻറ്റിൽ ചിലപ്പോൾ പറയലുണ്ട് മഞ്ജുമോളെ മാത്രം പറയലില്ല, എല്ലാവരും പറയലുണ്ട് കേട്ടോ. ഓൾക്ക് 8:30 ആകുമ്പോൾ പോയാൽ മതി. പിന്നെ വന്ന് അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഇനി ദോശ ചൂടാനുള്ള ചട്ടി അടുപ്പത്ത് വെക്കാം. ഈ ചട്ടിയിൽ ദോശ ചൂടണ എനിക്ക് ഇഷ്ടം കേട്ടോ. അത് വിറകടുപ്പിലാണ് ഏറ്റവും സുഖം. ഗ്യാസ് അടുപ്പിലാവുമ്പോൾ പിന്നെ അങ്ങനെ വട്ടത്തിലാണ് തീ കത്തിക്കൊള്ളണമെന്നില്ല. അപ്പോൾ വലിയ ദോശ ചൂടാൻ ഗതികേടാണ്. പിന്നെ വിറകടുപ്പിലാണെങ്കിലേ ചട്ടി നിറച്ച് ചുറ്റിച്ചൊടുക്കല ചട്ടി നിറച്ച് വലിയ ദോശയൊക്കെ ഇട്ട് ചൂടാം കേട്ടോ. തീ എല്ലായിടത്തും ഇങ്ങനെ പാളിയാണ്ട് എത്തുമല്ലോ. അപ്പോൾ ആ ചട്ടിയിൽ എണ്ണയൊക്കെ തടവി കൊടുത്ത് നമുക്ക് ദോശ പരത്തിയെടുക്കാം. എണ്ണയും കുറച്ചാക്കി കൊടുത്താൽ മതി കേട്ടോ. ഇതൊക്കെ നമ്മളെ ഇൻഡസ്വാലിത്തെ പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് വാങ്ങിച്ചുകൊണ്ട്. അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് തന്നെ ഒരുപാട് കൂട്ടുകാർ നമ്മൾ കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് പാത്രങ്ങൾ വാങ്ങിക്കാറുണ്ട്. ഒക്കെ നല്ല പാത്രങ്ങളാണ് കേട്ടോ. നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം. പിന്നെ ഇപ്പോൾ ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്, വില കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവരെ പാത്രത്തിന് റേറ്റ് കൂടുതലുണ്ടാവും. നല്ല ക്വാളിറ്റി ഉള്ള നല്ല പ്രൊഡക്റ്റുകളാണ് ഒക്കെ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വിലയും ഉണ്ടാവും. പിന്നെ അങ്ങനെ ന്യൂ ഇയർ ഒക്കെ ആകുമ്പം ന്യൂ ഇയർ, ക്രിസ്മസ്, ഓണം അങ്ങനെയൊക്കെ ആകുമ്പോൾ ഓഫറും കാര്യങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് റസീന എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് വാങ്ങിക്കുമ്പോൾ 12% ഡിസ്കൗണ്ട് വേറെയും കിട്ടും. ഈ ദോശ ചുടുന്ന ചട്ടിയൊക്കെ കുറേ ആൾക്കാർ വാങ്ങിക്കണം കേട്ടോ. അത് ഇങ്ങനെ കോംബോ കിറ്റാണ്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ എനിക്ക് മെയിൽ വരും. അതുകൊണ്ടാണ് ഞാൻ പറയണത് കേട്ടോ. കുറേ ആൾക്കാർ വാങ്ങിക്കണ നല്ല റിവ്യൂ ഒക്കെ കിട്ടിയ നല്ല പ്രൊഡക്റ്റുകളാണ് ഒക്കെ. പിന്നെ കറണ്ട് അടുപ്പുമ്മലും വെക്കാം, അതേപോലെ ഗ്യാസ് സ്റ്റൗമ്മിലും വെക്കാം, വിറകടുപ്പത്തും വെക്കാം, എവിടെ വേണമെങ്കിലും നമുക്ക് കുക്ക് ചെയ്യാം. അങ്ങനെ ദോശയൊക്കെ ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ കുക്കറൊക്കെ 4-5 വിസിലടിച്ച് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടേനി. അപ്പോൾ അത് അവിടെ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്. ആ പ്രഷറൊക്കെ പോവട്ടെ. പിന്നെ ചിഞ്ചുമോൾക്ക് കൊണ്ടുപോകാൻ കൂട്ടാനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് മുരിങ്ങ ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചെറിയൊരു സവാള കട്ട് ചെയ്തെടുത്ത് ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിക്കും 1 സ്പൂൺ പച്ചമുളക്
ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുരിങ്ങ പിന്നെ ഇതിൻ്റെ തലേ ദിവസം രാത്രിയിൽ ഞങ്ങൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പാത്രമൊക്കെ കഴുകണ ഇടയിൽ ഉമ്മ ഊരി തന്നിട്ടുണ്ടായിന് കേട്ടോ. മുരിങ്ങ ഊരിയാണ്ട് ഇങ്ങനെ ബോക്സിലാക്കി തന്നിട്ടുണ്ടായിന്. അതുകൊണ്ട് പിന്നെ എന്താ രാവിലെ അത് കുക്ക് ചെയ്താൽ മതി. മുരിങ്ങ ഊരാനാണല്ലോ സമയം എടുക്കുക. മുരിങ്ങപ്പേരി നല്ല ടേസ്റ്റ് ആട്ടോ, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്. പിന്നെ എപ്പോഴൊന്നും ചിലപ്പോൾ ഉണ്ടാക്കലില്ല. മുരിങ്ങ നമ്മളവിടെ ഇല്ലായിട്ടല്ല, ചിലപ്പോൾ അത് ഊരാൻ നേരം ഉണ്ടാവില്ല അങ്ങനെ കേട്ടോ. അപ്പോൾ മുരിങ്ങപ്പേരി ഉണ്ടാക്കിയിട്ട് കുറേ ദിവസത്തേക്കാണ്. അപ്പോൾ എനിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഊരി വെച്ച മുരിങ്ങയ്ക്ക് ഇട്ടിട്ട് അതേപോലെ മിക്സ് ആക്കി കൊടുക്കുക. ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ, വെള്ളം ഒഴിക്കാതെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കി. അപ്പം ഇത് സ്റ്റീലിൻ്റെ കടായി അല്ല, ചിലപ്പോൾ അടി പിടിച്ചാലോ, മുരിങ്ങ ഒന്ന് വേവും വേണ്ട. അപ്പോൾ ഞാൻ അപ്പുറത്ത് അടുപ്പത്ത് ഏതായാലും ചോറ് ഇങ്ങനെ തിളക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിന് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് മതി കേട്ടോ, മുരിങ്ങ അധികം വെന്ത് കഴിഞ്ഞാൽ പിന്നെ കഴിക്കുമല്ലോ. അങ്ങനെ ആ വെള്ളമൊക്കെ ഒഴിച്ച് മിക്സാക്കി കൊടുത്തു. അപ്പോൾ മുരിങ്ങ ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 2 ചേർത്ത് കൊടുക്കാം. ഇത് ചേർക്കുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് തേങ്ങ ചേർക്കേണ്ട ആവശ്യമില്ല. ഞാൻ എന്നാലും കുറച്ച് തേങ്ങയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതിനിങ്ങനെ ഒന്ന് ചിക്കി കൊടുക്കുക. ഇവിടെ മുരിങ്ങ താളിപ്പൊക്കെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്. നമ്മളെ ബാവുക്കാക്കുവിന് പറ്റൂല കേട്ടോ. അവർക്ക് മുരിങ്ങ വെക്കുകയാണെങ്കിലും തേങ്ങ അരച്ച കറിയാക്കണം എന്നാൽ ഇഷ്ടമാണ്, അല്ലാതെ താളിപ്പ് കറി പറ്റൂല. കുട്ടികൾക്ക് ഇഷ്ടമാണ്. ഓരോ വീട്ടിലും ഓരോ സ്വഭാവങ്ങളേക്കാരല്ലേ. അപ്പോൾ അങ്ങനെ മുട്ടയൊക്കെ ചിക്കി മുട്ടയൊക്കെ വെന്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു കൈപ്പിടി തേങ്ങ ചിരവിയതും കൂടെ അതിൽ ഇട്ട് കൊടുത്താണ്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട്, കളറ് കുറവേനും. നേരത്തെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്താണ്, എന്നാലും കളറ് കുറവായപ്പോൾ കുറച്ചും കൂടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു. അത് ഇത്രയേ ഉള്ളൂ കേട്ടോ. അത് വെന്തു. ഓവറായിട്ട് വെന്താൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കയ്പ്പേക്കാരം. അപ്പോൾ ഇപ്പോൾ ഇതായിട്ടുണ്ട് കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ആദ്യം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് സവാളയൊക്കെ മൂപ്പിച്ചിട്ടാണല്ലോ ഇത് ഉണ്ടാക്കിയത്. അതുകൊണ്ട് പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി വേണമെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ പിന്നെ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ ഉപ്പേരിയായി. പിന്നെ നമ്മൾ ഗ്രീൻ പീസ് കറി തുറന്നു നോക്കിയപ്പോൾ ഗ്രീൻ പീസൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. നല്ല ഗ്രീൻ പീസിൻ്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഞാനത് പച്ചക്കളറാവായിട്ടേ, ഇതിനിപ്പോൾ എങ്ങനെയാണ് ആവുമെന്നൊക്കെ വിചാരിച്ചിനി. പിന്നെ കുറച്ച് തേങ്ങ ചിരവി അരച്ചെടുത്തിട്ടുണ്ടായിനി. അപ്പോൾ അത് അതിൽ ഒഴിച്ചു കൊടുത്തു. എന്ത് കറി ഉണ്ടാക്കുകയാണെങ്കിലും തേങ്ങ അരക്കണം, എന്നാലുള്ളൂ ടേസ്റ്റ് ഉണ്ടാവുക. അവിടെ കുട്ടികൾക്കൊക്കെ അങ്ങനെ കേട്ടോ. രാവിലത്തെ കറിക്ക് തേങ്ങ വേണം. പിന്നെ തേങ്ങ ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യും. തേങ്ങ ഉണ്ടെങ്കിൽ തേങ്ങ അരക്കും. ഇത് പിന്നെ അങ്ങനെ ഇരിക്കും തോറും കുറുകി വരും ചെയ്യും. അപ്പോൾ കുറച്ച് വെള്ളം കൂടിയൊക്കെ ഒഴിച്ചാണ്ട് അതേപോലെ നല്ലോണം മിക്സാക്കി കൊടുത്തു. അപ്പോൾ ചോറിനൊന്ന് കറി തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ കുട്ടികളൊക്കെ സ്കൂൾക്ക് പോകും. നമ്മൾ അനിയത്തിക്കുട്ടി ഒറ്റയ്ക്കേ ഉണ്ടാവുള്ളൂ, ഞാൻ ഓഫീസിലേക്കും പോകുമ്പോഴേ. മറ്റേത് ഞാൻ എങ്ങോട്ടേലും പോയാലും കുട്ടികൾ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഒരു സമാധാനമാണ്. ഇത് ഒറ്റയ്ക്ക് ആകുമ്പോൾ ഒരു ഗതികേടാണ്. എന്നാലും പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഒരു പോയിക്കോ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാനൊരു 10 മണിയൊക്കെ ആയിട്ടല്ലേ പോവുള്ളൂ. എല്ലാ പ്രാവശ്യവും ഓഫീസിലൊക്കെ പോയാൽ വൈകുന്നേരം ആവും വരാൻ, മരുവിൻ്റെ ബാങ്കൊക്കെ കൊടുക്കാനാവും വരാൻ. അപ്പോൾ ഇന്ന് വണ്ടിമേലായതുകൊണ്ട് പിന്നെ നേരത്തെ പോരും ചെയ്യുക. അപ്പോൾ ആ തേങ്ങയൊക്കെ അരച്ച് കറിക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുത്ത് പിന്നെ ഞാൻ ഒന്ന് തൂമിച്ചെടുക്കുകയും ചെയ്ത്. കറി കളറ് കുറവേനി. അപ്പോൾ ഞാൻ തൂമിച്ചപ്പോൾ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് കറിവേപ്പിൻ്റെ വറ്റൽമുളക് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി മുളകും പൊടിയും കൂടെ ആ ഒരു എണ്ണയ്ക്ക് ഇട്ടൊന്ന് മൂപ്പിച്ചിട്ടോ, എന്നിട്ട് അതിക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ കറി കാണാൻ കളറില്ലേ. അങ്ങനെ ഗ്രീൻ പീസ് കറിയായി. അപ്പോൾ ചോറിനും ദോശയ്ക്കൊക്കെ കറിയായി. പിന്നെ അതിൻ്റെ അടിയിൽ കൂടെ ഒക്കെ ദോശ ചുട്ടെടുക്കണ്ടായിന് കേട്ടോ. പുറത്തേക്കും പോവും അകത്തേക്കും വരും അങ്ങനെ. അപ്പോൾ ദോശ ചുടലും കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അതേപോലെ തന്നെ ചോറും വെന്ത് വാർത്ത് വെച്ചു. പിന്നെ മുരിങ്ങ ഉപ്പേരി ഉണ്ടാക്കിക്കണല്ലോ. അപ്പോൾ ചിഞ്ചുമോൾക്ക് പോകാനായിട്ടുണ്ട് സമയം. അപ്പോൾക്കുള്ള ചോറ് വേഗം പാത്രത്തിലാക്കി കൊടുത്തു. പിന്നെ ഓളെ കൊണ്ടാക്കി വന്നിട്ടാണ് കേട്ടോ ചായ കുടിക്കൽ. ഓള് ബസ് പോയാൽ പിന്നെ നമുക്ക് ക്ലാസ്സിന് എത്താൻ നേരം വൈകും. എന്നാൽ തന്നെ ഈ 7:40 ബസ്സിന് പോയാൽ കറക്റ്റ് സമയത്താണ് അവിടെ എത്തുക. മഞ്ചേരിയിലാണല്ലോ ഓള് പഠിക്കണത് ഇപ്പം. അപ്പോൾ നമ്മളിവിടുന്ന് അവിടേക്കും ദൂരമുണ്ട്. ഈ 7:40 ബസ്സിന് പോയാൽ നേരിട്ട് അവിടെ എത്താം. അപ്പം അങ്ങനെ ഓൾക്കുള്ള ചോറും അതേപോലെ ഉപ്പേരിയൊക്കെ പാത്രത്തിലാക്കി കൊടുത്ത്. ഇതൊക്കെ പാത്രത്തിലാക്കി കൊടുത്താലും പോരാ കേട്ടോ, ബസ്സുങ്ങൾക്ക് കൊണ്ടാക്കി കൊടുക്കും വേണം. അപ്പോൾ നടന്നൊന്നും പോയാൽ എത്തും. നമ്മളൊക്കെ പണ്ടൊക്കെ ബസ്സുങ്ങൾക്കൊക്കെ നടന്നു തന്നെ പോയിത്, കുറേ മുന്നൊക്കെ തന്നെ. ഇപ്പോഴല്ലേ നമുക്ക് വണ്ടിയൊക്കെ ഉണ്ടായത്. അപ്പോൾ അവർക്ക് നടക്കാനൊന്നും വെക്കില്ല, അവരെയൊക്കെ കൊണ്ടാക്കണം. അങ്ങനെ കൊണ്ടാക്കിയൊക്കെ വന്നു. പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ കുറച്ച് ചിക്കൻ്റെ പാർട്സ് ഉണ്ടായിനി. അപ്പോൾ അത് പുറത്തേക്ക് എടുത്ത് വെച്ചിനി. അപ്പോൾ അത് ഒരു ചെറിയൊരു വരട്ടിയ രൂപത്തിലാക്കാമെന്ന് കരുതി അത് കഴുകി പ്ലേറ്റിലിട്ട് വെച്ചിനി. പിന്നെ അതിക്കൊരു സവാളയും തക്കാളിയൊക്കെ കട്ട് ചെയ്തെടുത്ത് അതും ഒന്ന് അടുപ്പത്താക്കാമെന്ന് വിചാരിച്ചു. ഈ ദോശയൊക്കെ ചുട്ടപ്പോൾ അടുപ്പിൽ തീയും ഉണ്ട്. അപ്പം ഇനി
അതവിടെ കടന്നിട്ട് വെന്തോട്ടെ ഇരുന്ന് ആ സമയം കൊണ്ട് എനിക്ക് മുറ്റടിച്ചു വരാം, അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യാമല്ലോ. പുറത്ത് വിറകടുപ്പിൽ കുക്കിംഗ് ആവുമ്പോൾ അങ്ങനെയാണ്, നമുക്ക് അലക്കാണ്ടെങ്കിൽ അലക്കുക, അടിച്ചു വാരാനും ഒക്കെ സുഖമാണ്. ഞാൻ അങ്ങനെയൊക്കെ തന്നെ കേട്ടോ ചെയ്യൽ. അപ്പോൾ ഈ ചട്ടിക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ആ സവാളയും തക്കാളിയൊക്കെ ഇട്ടാണ്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. സവാള ഇട്ട് കൊടുത്ത് ആദ്യം, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു. ചില ആൾക്കാർക്ക് ഇത് ഇഷ്ടമുണ്ടാവില്ലല്ലേ, ഈ ചിക്കൻ പാർട്സ് ഇത് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. പക്ഷെ നല്ലോണം വേവിച്ച് കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല അല്ലേ. എനിക്കറിയില്ല കേട്ടോ, കഴിക്കാൻ പാടില്ല എന്നും പറയണേക്കാം, എന്താണെന്നറിയില്ല. എന്നാൽ ഞാൻ ഏതോ ഒരു വീഡിയോയിൽ കണ്ടിനി ഇത് കഴിക്കണത് നല്ലതാണെന്നുള്ളത്. ചിലവർക്ക് പറ്റൂല. ഇവിടെ ഐഫക്കുട്ടിക്കും ഇഷ്ടമാണ്, മഞ്ജുമോൾക്കും ചിഞ്ചുമോൾക്കും ഒക്കെ ഇഷ്ടമാണ്. റിച്ചുമോൻ കഴിക്കൂല, ഓനോ എൻ്റെ ഉപ്പച്ചൊന്നും കഴിക്കൂല. അത് ചില ആൾക്കാർ അങ്ങനെയാണ്. അത് സാധാ ബീഫിൻ്റെ ലിവർ ഉണ്ടല്ലോ, അതും കഴിക്കൂല ഓരൊന്നും. അപ്പം അങ്ങനെയൊക്കെ എൻ്റെ വായിക്കൂടെ പിന്നെ എല്ലാവരും ഇങ്ങോട്ടും എന്നെ കളിയാക്കും ചെയ്യുമല്ലോ. അപ്പോൾ നമുക്ക് കാറ്ററിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ ചിക്കൻ വാങ്ങിക്കുമ്പോഴേ അതിൻ്റെ പാർട്സ് ഞാൻ ഓരോട് വേറെ ഇടാൻ പറയല. എന്നിട്ട് തൂക്കം കണക്കാക്കിയാണ്ടാണ് നമ്മൾ കാറ്ററിങ്ങിന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കൽ കേട്ടോ. അപ്പോൾ അതിൽ ഉണ്ടാവുന്നതാണിത്. ഇത് വേറെ കവറിലാക്കിയിട്ട് തരുമല്ലോ. അല്ലാതെ ഞാൻ പൈസ കൊടുത്ത് വേറെ പൈസ കൊടുത്ത് വാങ്ങിക്കണമെന്നല്ല. പൈസ കൊടുത്തിട്ട് തന്നെയാണ് നമ്മൾ ചിക്കൻ വാങ്ങിക്കണത്. അങ്ങനെയല്ല, ഇത് സെപ്പറേറ്റ് ആയിട്ട് പൈസ കൊടുത്ത് നമ്മൾ വാങ്ങിക്കൂലേ, അങ്ങനെ വാങ്ങിക്കണതല്ല കേട്ടോ. അപ്പോൾ അതാട്ടോ സവാളയും തക്കാളിയൊക്കെ വഴന്ന് വന്നിക്കണ്. പിന്നെ അതിക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു, മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു, കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തു, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അപ്പോൾ അത്ര പൊടികൾ കേട്ടോ. പിന്നെ പാർട്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. നല്ല വൃത്തിയിൽ കഴുകിയെടുത്ത് കൊണ്ടുവന്ന് വെച്ചതേനെ. അപ്പോൾ അത് ഇട്ട് കൊടുത്തു, മിക്സ് ചെയ്തെടുത്ത്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച്, ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ്ട് അടച്ച് വെക്കാം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അടുപ്പിൽ നല്ല കനലുണ്ട്. തീ കത്തിച്ച് അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കൊന്നും വേണ്ട, ആക്കും പോലെ കടന്നിട്ട് അങ്ങനെ വെന്തോളും. പിന്നെ തുണികളുണ്ടെങ്കിൽ അലക്കാൻ, അപ്പോൾ അതൊക്കെ ഞാൻ ഇതിൻ്റെ അടിയിൽ സോപ്പും പൊടിയിൽ ഇട്ട് വെച്ചിനി. പിന്നെ ഇത് അടുപ്പത്ത് വെച്ചിട്ട് തുണികളൊക്കെ അലക്കാനൊക്കെ വേണ്ടിയിട്ട് നിന്ന്. അപ്പോൾ ഇതിവിടെ അടച്ച് വെച്ചിട്ടോ. പിന്നെ ഇടയ്ക്കൊന്ന് വന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുത്തിട്ടൊക്കെ ഉണ്ടായിനി. ഇപ്പോൾ ലാസ്റ്റ് ആട്ടോ ഇത് വെന്തിട്ടുണ്ട് ഇപ്പം. പിന്നെ തീയൊന്നും വല്ലാതെ കത്തിച്ചിട്ടില്ല, കനലുമ്പോൾ കടന്ന് അങ്ങനെ വെന്തേക്കാണ്. അപ്പോൾ കണ്ടോ, നല്ല ടേസ്റ്റും ഉണ്ടായിനിട്ട് കഴിക്കാൻ. പിന്നെ വേഗം കുളിച്ച് ഓഫീസിലേക്ക് പോകുന്നു. അനീഷ വന്നിട്ടുണ്ടായിനി. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ രണ്ടാളും സ്കൂട്ടി മേലാട്ടോ പോണത്. അങ്ങനെ വീട്ടിൽ നിന്നൊക്കെ പോന്നു. ഞങ്ങൾ നിലമ്പൂർ എത്തിയപ്പം അവിടെ വണ്ടി നിർത്തി ഗിഫ്റ്റ് വാങ്ങിക്കണ്ടേനി. ന്യൂ ഇയർ ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കണമല്ലോ, അപ്പോൾ നമുക്ക് ഗിഫ്റ്റ് വാങ്ങണം. അപ്പോൾ ഞങ്ങൾ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കടയിൽ കയറി. ഞാൻ ഒരു കാസറോളും വാങ്ങിച്ചു, അനീഷ ഒരു സ്റ്റീലിൻ്റെ അടപ്പുള്ള പാത്രവും വാങ്ങിച്ചു. അത് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചപ്പോഴത്തേന് അയാളത് പാക്ക് ചെയ്തതാണ് കേട്ടോ, അപ്പം കണ്ടില്ല. അങ്ങനെ ഗിഫ്റ്റൊക്കെ കിട്ടി. പേരൊക്കെ എഴുതിയിട്ടുണ്ട്. പേരെഴുതേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, നമ്മൾ എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം നമ്പർ എഴുതിയിടുക ചെയ്യുക. ഇപ്പം ഒന്നാണെങ്കിൽ ഞങ്ങൾ എത്ര ആളുണ്ടെന്ന് നോക്കും. ഇപ്പം 5 ആളാണെങ്കിൽ 5 വരെയുള്ള നമ്പർ 1 രണ്ടെണ്ണം 2 രണ്ടെണ്ണം അങ്ങനെ എഴുതിയിടും. പിന്നെ നറുക്കെടുത്തിട്ട് ആ 1 ആർക്കാ കിട്ടണമെന്ന് വെച്ചാൽ മറ്റേ 1 ആർക്കാ കിട്ടണമെന്ന് വെച്ചാൽ ഓല് രണ്ടാളും ഫ്രണ്ടാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൈമാറും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഉച്ചവരെ ഞങ്ങൾ ഹോം ഷോപ്പിൻ്റെ കുറേ കാര്യങ്ങളുണ്ടാവും കേട്ടോ ചർച്ച ചെയ്യാൻ സാറുമാർ. പിന്നെ നമ്മളെ ആ മാസത്തെ സെയിലിനെ കുറിച്ചിട്ടും, പിന്നെ പുതിയ അടുത്ത മാസം വരുമ്പോൾ ആ മാസത്തേക്ക് സെയിൽ വർദ്ധിപ്പിക്കാനുള്ള ട്രിക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും ഒക്കെ ചെയ്യും. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ടാണ് കേക്ക് കട്ട് ചെയ്യുക. അപ്പോൾ നല്ല അടിപൊളി ഫുഡ് കഴിഞ്ഞിട്ടോ. നമുക്ക് വേണ്ടത് കഴിക്കട്ടോ. ബിരിയാണി വേണ്ടവർക്ക് ബിരിയാണി കഴിക്കുക. എനിക്ക് സാദാ ചോറാണ് ഇഷ്ടം. ഞങ്ങൾ സാദാ ചോറാട്ടോ വാങ്ങിച്ച്. പിന്നെ അപ്പുറത്തൊരു ടീമുണ്ട്, ഒരു ബിരിയാണിയാണ് വാങ്ങിച്ച്. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് വാങ്ങിക്കുക. നല്ല കടല് മാന്തൾ പൊരിച്ചതും, പിന്നെ സാമ്പാറും മീൻകറിയും, തൈരല്ല മോര്, പിന്നെ എന്തൊക്കെയോ കുറേ ഉണ്ടായിന് കേട്ടോ. അങ്ങനെ ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്തു. അപ്പോൾ എല്ലാവരും മുഖമൊന്നും ഇതിൽ കാണില്ല കേട്ടോ. ഞാൻ റീൽസ് ഇടാൻ വേണ്ടിയിട്ടേ മറ്റേ റേഷ്യോയിലാക്കിയിട്ടാണ് വീഡിയോ എടുത്തത്. അപ്പോൾ അത് ഇൻസ്റ്റയിൽ നിന്ന് എടുത്തുകൊണ്ട് ഇതിലേക്ക് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് കൂട്ടിച്ചേർത്തതാട്ടോ. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയത് ഒരു ഗിഫ്റ്റായിട്ട് കിട്ടിയത് ഒരു ഗ്ലാസിൻ്റെ ബൗളാട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. എൻ്റെ ഫ്രണ്ട് രമ്യേനി കേട്ടോ. രമ്യ എനിക്ക് തന്ന ഗിഫ്റ്റ് അടിപൊളിയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനി വീഡിയോയിൽ ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട് ഞാൻ.
അപ്പോൾ ഹോം ഷോപ്പിൽ വന്നിട്ടാണ് കേട്ടോ അങ്ങനത്തെ പരിപാടിയിലൊക്കെ പങ്കെടുക്കലും ഒക്കെ തുടങ്ങിയത്. അപ്പോൾ ഇനി ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതേപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.